കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 15ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് ആഗസ്റ്റ് 7-ന് തുടക്കമാകും. ആഗസ്റ്റ് 1-ന് പ്രസിദ്ധമായ ഇല്ലംനിറയും ആനയൂട്ടും നടക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. അതിവിശിഷ്ടമായ ബ്രാഹ്മണ ഭൂമി എന്നറിയപ്പെടുന്ന ഉത്രാളിക്കാവിലെ 15ാമത് ദേവി ഭാഗവത നവാഹ യജ്ഞം ഈ വരുന്ന ആഗസ്റ്റ് 7 മുതൽ 16 വരെ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു. ഭഗവതിയുടെ ഉത്സവം കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ സാധിച്ചില്ല. 14ാമത് ദേവി നവയജ്ഞം 2024 നടത്തിയ ശേഷം 25 നടത്താൻ സാധിച്ചില്ല. മറ്റ് സമിതികളുടെയും മറ്റ് ദേവസ്വം ബോർഡിൻ്റെയും ഒരു സമിതി രൂപീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടായിരുന്നു അത് സാധിക്കാതിരുന്നത്. ഇക്കൊല്ലം കഴിഞ്ഞ മാസമാണ് സമിതി രൂപീകരിക്കപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15ാമത് ദേവി നവയജ്ഞം ബഹുമാനപ്പെട്ട ശ്രീ CJR പിള്ള അദ്ദേഹമാണ് യജ്ഞാചാര്യനായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ 9 ദിവസം ഉത്രാളിക്കാവ് ക്ഷേത്രം ദേവി ചൈതന്യങ്ങൾ കൊണ്ടും മറ്റു പുണ്യ ദൈവിക പുരാണങ്ങൾ കൊണ്ടും നിറഞ്ഞ് മുഖരിതമാവും. അത് ജനങ്ങളിൽ സമ്പത്തും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ആ ഒരു യജ്ഞത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന 1-ാം തീയതി ആഗസ്റ്റ് 1 ശനിയാഴ്ച കാലത്ത് 7:30-ന് ഇല്ലംനിറ, ആനയൂട്ട് എന്നീ 2 ചടങ്ങുകളും ക്ഷേത്രത്തിലുണ്ടാവും. അത് നടത്തുന്നത് ക്ഷേത്രത്തിലെ മുഖ്യ മേൽശാന്തിയായ ഗോപാലകൃഷ്ണ അയ്യരുടെ കാർമ്മികത്വത്തിലാണ്. അതും ഉണ്ട്. അതുപോലെ തന്നെ 7-ാം തീയതി കാലത്ത് 5:30-ന് ബഹുമാനപ്പെട്ട പാറമേക്കാവ് വാസുദേവൻ നമ്പിയുടെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായ മഹാഗണപതി ഹോമം ഇതും അവിടെ ഉത്രാളിക്കാവിൽ അരങ്ങേറുന്നുണ്ട്. 7-ാം തീയതി നവായജ്ഞത്തിൻ്റെ അന്ന് വൈകുന്നേരം 6:30-ന് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ K. രവീന്ദ്രൻ അദ്ദേഹം നവായജ്ഞം ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ആശംസകളുമായി മെമ്പർമാരും അതുപോലെ തന്നെ മറ്റു പ്രമുഖരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നേ ദിവസം 7-ാം തീയതി കഴിഞ്ഞാൽ 8-ാം തീയതി മുതൽ ഈ യജ്ഞത്തിൻ്റെ ഭാഗമായി ഒരുപാട് വിശേഷ പരിപാടികളുണ്ട്. കുമാരി പൂജ, നാരി പൂജ, കുട്ടികൾക്ക് ഉറിയടി, കൃഷ്ണ ആട്ടം, അങ്ങനെ ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ കലാരൂപങ്ങൾ, വിദ്യാഗോപാല വന്ദാർച്ചന, പിന്നെ നാരി പൂജ, ഇതെല്ലാം സ്പെഷ്യലാണ്. ഈ നാരി പൂജ എല്ലാം ഇവിടെ ആദ്യമായിട്ട് നിർത്തുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യക്ഷമായി ഒരു വനിതയെ ദേവിയായി കണ്ട് അതിനെ പൂജിക്കുന്ന പ്രത്യേക രീതി, ദേശത്തെല്ലാം നല്ല സമൃദ്ധിയും സമ്പത്തും അതുപോലെ തന്നെ എല്ലാ വികസനവും ഉണ്ടാവുക എന്ന് ലക്ഷ്യമാക്കി ഉത്രാളിക്കാവ് ദേവസ്വം സഹായത്തോടുകൂടി സമിതിയിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇനി ഈ ആഗസ്റ്റ് 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഉത്രാളിക്കാവിൽ അരങ്ങേറുന്നത്. ഓഗസ്റ്റ് 1 ശനിയാഴ്ച രാവിലെ 7:30-ന് ക്ഷേത്രത്തിൽ ക്ഷേത്ര മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇല്ലംനിറ നടക്കും. കാലത്ത് 8:30 മുതൽ ആനയൂട്ടും നടക്കും. ഉത്രാളിക്കാവ് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച മുതൽ ഓഗസ്റ്റ് 16 ഞായറാഴ്ച വരെ 15ാമത് ശ്രീമദ് ദേവി നവാഹ യജ്ഞം നടക്കും. യജ്ഞാചാര്യൻ CJR പിള്ള പട്ടിമറ്റത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുന്നതെന്ന് ഉത്രാളിക്കാവ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹി C. ജയേഷ് കുമാർ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ഉത്രാളിക്കാവ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കൃഷ്ണകുമാർ കണ്ടേരി, മീന പുഷ്പരാജ് എന്നിവരും സംബന്ധിച്ചു. You are watching VCV News.